വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൽ തുണി മടക്കി വെക്കുന്നത് മനുഷ്യനല്ല, അതൊരു റോബോട്ടാണ്. ഈ വീഡിയോയിൽ ജിംനാസ്റ്റിക് ചെയ്യുന്ന രൂപം മനുഷ്യൻ്റെതല്ല, അതും ഒരു റോബോട്ടാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നടക്കാൻ വരെ ബുദ്ധിമുട്ടിയിരുന്ന റോബോട്ടുകൾ ഇന്ന് നമ്മളെക്കാൾ വേഗത്തിൽ ഓടാനും ചാടാനും എന്തിന് വീട്ടുജോലി ചെയ്യാനും വരെ പഠിച്ചിരിക്കുന്നു. ടെസ്ലയുടെ ഒപ്റ്റിമസ്, ബോസ്റ്റൺ ഡൈനാമിക്സിന്റെ അറ്റ്ലസ് ഇവർ വെറും യന്ത്രങ്ങളല്ല, ഇവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ ജോലി, സുരക്ഷ അപകടത്തിലാണ്. ഇന്ന് ടോക്ക് വിത്ത് റോണിക്സിൽ നമ്മൾ കാണാൻ പോകുന്നത് റോബോട്ടിക് ലോകത്തെ വമ്പൻ യുദ്ധമാണ്. ആദ്യം നമുക്ക് ഇലോൺ മസ്കിന്റെ സ്വപ്ന പദ്ധതിയായ ടെസ്ല ഒപ്റ്റിമസിനെ കുറിച്ച് സംസാരിക്കാം. മസ്ക് പറയുന്നത് കാറുകൾ നിർമ്മിക്കുന്നതിനേക്കാൾ വലിയ ബിസിനസ് ആയിരിക്കും ഇതെന്നാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന് ബുദ്ധിയുണ്ട്, കാഴ്ചയുണ്ട്. ടെസ്ല കാറുകളിൽ ഉപയോഗിക്കുന്ന അതേ ഓട്ടോ പൈലറ്റ് AI ടെക്നിക്കാണ് ഇതിലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഓരോ കാര്യവും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ടു പഠിക്കാൻ ഇതിന് സാധിക്കും. ഇതിന്റെ വിരലുകൾ കണ്ടിട്ടുണ്ടോ? സൂചിയിൽ നൂല് കോർക്കാനും മുട്ട പൊട്ടാതെ എടുക്കാനും ഇതിന് സാധിക്കും. വിലയോ ഒരു കാറിനേക്കാൾ കുറഞ്ഞ വിലയിൽ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. അതായത് ഭാവിയിൽ ഓരോ വീട്ടിലും തുണി അലക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഓരോ ഒപ്റ്റിമസ് കാണും. ടെസ്ല ബുദ്ധിയിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ബോസ്റ്റൺ ഡൈനാമിക്സ് ശ്രദ്ധിക്കുന്നത് കരുത്തിലാണ്. ഇവരുടെ അറ്റ്ലസ് എന്ന റോബോട്ടിനെ കണ്ട പേടിയാകും. 360 ഡിഗ്രി ബാക്ക് ഫ്ലിപ്പ് ചെയ്യാനും പരിക്കൻ പ്രതലങ്ങളിലൂടെ ഓടാനും ഇതിന് സാധിക്കും. പണ്ടത്തെ വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇവയെ വടിവച്ചടിച്ചാലും തള്ളി താഴെയിട്ടാലും വീഴില്ല. അഥവാ വീണാൽ തന്നെ സെക്കൻഡ്സിനുള്ളിൽ എഴുന്നേൽക്കും. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സൈന്യത്തിന് വേണ്ടിയാണോ അതോ സിവിലിയൻസിന് വേണ്ടിയാണോ എന്നത് ഇപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതുപോലൊരു റോബോട്ട് നിങ്ങളെ പിന്തുടർന്നാൽ നിങ്ങൾക്കോട് രക്ഷപ്പെടാനാകുമോ? സാധിക്കില്ല. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. റോബോട്ടുകൾക്ക് ക്ഷീണമില്ല, ലീവ് വേണ്ട, ശമ്പളം കൊടുക്കണ്ട, 24 മണിക്കൂറും വർക്ക് ചെയ്തോളും. അതുകൊണ്ട് തന്നെ വലിയ കമ്പനികളിൽ മനുഷ്യനെ മാറ്റി റോബോട്ടുകളെ ഹയർ ചെയ്യാൻ തുടങ്ങും. ഇതിനകം തന്നെ ആമസോണിന്റെ വെയർ ഹൗസിൽ റോബോട്ടുകൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. നിങ്ങളൊരു ഡ്രൈവറാണോ അതോ ഫാക്ടറി വർക്കറാണോ? എന്തിന് കോഡിംഗ് അറിയാവുന്ന ആളാണെങ്കിൽ പോലും AIയും റോബോട്ടുകളും നിങ്ങളുടെ ജോലി ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇത് നമുക്കൊരു ഭീഷണിയാണോ അതോ മനുഷ്യന് കിട്ടാൻ പോകുന്ന ഒരു വിശ്രമമാണോ? മസ്ക് പറയുന്നത് അൺലിമിറ്റഡ് ലേബർ അല്ലെങ്കിൽ അതിരില്ലാത്ത അധ്വാനം വരുന്നതോടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും എന്നതാണ്. റോബോട്ടുകൾ നമ്മുടെ കൂട്ടുകാരാകുമോ അതോ ടെർമിനേറ്റർ മൂവിയിലെ പോലെ നമ്മുടെ ശത്രുക്കളാകുമോ? ഉത്തരം കാലം തന്നെ തെളിയിക്കും. എന്തായാലും ഒന്നുറപ്പാണ്, അടുത്ത 5 വർഷത്തിനുള്ളിൽ കാലം മാറും. നിങ്ങളുടെ വീട്ടിൽ ഒരു റോബോട്ടിനെ വയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് ജോലി ചെയ്യിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദിസ് ഈസ് ശിശിര ഫ്രം റോണിക് സൈനിങ് ഓഫ്.